ഹായ് ഓൾ ഇതൊരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. എൻ്റെ ബ്രദറിൻ്റെ എൻഗേജ്മെൻറ്റ് വീഡിയോ ആണ്. സംഭവം കഴിഞ്ഞത് ലാസ്റ്റ് ഓഗസ്റ്റിലാണ്, പക്ഷേ ഇപ്പോഴാണ് കേട്ടോ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. എനിവേ അടിപൊളി വീഡിയോ ആയിരിക്കും, എല്ലാവരും എൻജോയ് ചെയ്തിട്ട് കാണാം. ഇത് സെറ്റിങ്സ് ആണ് കേട്ടോ. അടുത്ത ദിവസം എൻ്റെ നാത്തൂന് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഗിഫ്റ്റ്സും ഡ്രസ്സൊക്കെയാണ്. അപ്പോൾ ദേ നെക്സ്റ്റ് ഡേ ആയി നമ്മൾ അവരുടെ വീട്ടിലോട്ട് പോവാണ് കേട്ടോ. അങ്ങനെ നമ്മളിതേ അവരുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. നമ്മളെല്ലാവരും എത്തിയിട്ടില്ല കേട്ടോ, കുറച്ച് പേരേ വന്നിട്ടുള്ളൂ. അതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ മോർണിംഗ് ഡ്രസ്സും അതുപോലെ തന്നെ ഒരുക്കാനുള്ള സംഭവങ്ങളൊക്കെ ആയിട്ട് രാവിലെ കുറച്ച് നേരത്തെ വരും. എന്നിട്ട് പെണ്ണിനെ ഒരുക്കി സുന്ദരിയാക്കി നിർത്തും. ചെക്കനും കൂട്ടരും അപ്പോഴേക്കും എത്തുള്ളൂ. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നമ്മൾ വന്ന് ഇവിടെ ഒരുക്കി നിർത്തും കേട്ടോ. അപ്പോൾ അതിന് മുന്നേ കുറച്ച് ചടങ്ങുകളൊക്കെ ഉണ്ട്. ഈ ഡ്രസ്സൊക്കെ കൈമാറുന്ന ചടങ്ങ്, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അതേ അമ്മ അവിടെ വിളക്ക് വെക്കുന്നത്. അപ്പോൾ ഇതാണ് രാവിലെയുള്ള ചെറിയൊരു ചടങ്ങെന്ന് പറഞ്ഞത്. ഇനി ബാക്കി നിങ്ങൾക്ക് കാണാം. ചെക്കനൊക്കെ വരാനുണ്ട്, അപ്പോൾ അവർ പെട്ടെന്ന് വരും. അതിന് മുന്നേ നമുക്ക് എന്തായാലും ഡ്രസ്സിങ്ങും മേക്കപ്പൊക്കെ തീർക്കാം. ആമി രാവിലെ എണീറ്റ് ഡ്രസ്സൊക്കെ ചെയ്തു, ഇതേ മേക്കപ്പൊക്കെ റെഡിയാക്കുന്ന ഇടയിൽ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അത് കാരണം നന്നായി വിശക്കുന്നുണ്ടെന്ന് തോന്നുന്നു. കൊടുത്ത ജ്യൂസ് മൊത്തം അവൾ കുടിച്ച് തീർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. മാമൻ്റെ എൻഗേജ്മെൻറ്റിനുള്ള എക്സൈറ്റ്മെൻറ്റ് കാരണം ഫുഡൊന്നും ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അതങ്ങനെയാണല്ലോ, എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ അവർക്ക് ഫുഡൊന്നും കഴിക്കാൻ ടൈം ഉണ്ടാവില്ല. അപ്പോൾ നന്നായിട്ട് വിശന്നിട്ടുണ്ട് ആൾക്ക്. അങ്ങനെ നമ്മൾ ഡ്രസ്സ് കൈമാറാണ്, അതുപോലെ തന്നെ മേക്കപ്പ് സെറ്റും ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. സോ ഇത്രയേ ഉള്ളൂ. ഇത് കഴിഞ്ഞ് നമ്മൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്യും. അപ്പോൾ അതേ നമ്മുടെ ചെക്കനും കൂട്ടരും എത്തിയിട്ടുണ്ട്. ഇത് നമ്മുടെ കസിൻസും എല്ലാവരുമാണ്. അപ്പോൾ നമ്മുടെ കുറേ കാലത്തിന് ശേഷം നമ്മുടെ ഫാമിലിയിൽ നടക്കുന്ന ഒരു ഫംഗ്ഷനാണ്. അത് കാരണം തന്നെ എല്ലാവരും ഭയങ്കര അതിൻ്റെ ഒരു ഹാപ്പിനെസ്സും എക്സൈറ്റ്മെൻറ്റൊക്കെ എല്ലാവരുടെ മുഖത്തും നിങ്ങൾക്ക് കാണാം. കസിൻസൊക്കെ എല്ലാവരും ഹാപ്പിയാണ്, കാരണം ഏട്ടൻ്റെ എൻഗേജ്മെൻ്റ് ആണല്ലോ. അപ്പോൾ എല്ലാവരും എക്സൈറ്റഡ് ആണ് കേട്ടോ. എല്ലാവരുടെ മുഖത്തും ആ ഒരു സന്തോഷം നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഗിഫ്റ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ എത്തിയിട്ടുണ്ട്. ഇത് നമ്മുടെ റിലേറ്റീവ്സും എല്ലാവരും ആണ് കേട്ടോ. എല്ലാവരും അറേഞ്ച് ചെയ്തിരുത്തുന്നതാണ്. അതിനിടയ്ക്കിതേ പെണ്ണ് സെറ്റാണ് കേട്ടോ. നമ്മൾ ഡ്രസ്സൊക്കെ ചെയ്ത് ഡ്രസ്സിങ്ങൊക്കെ കഴിഞ്ഞ് സെറ്റായിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഇതേ പുറത്ത് ഈ ചടങ്ങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജാതകം കൈമാറുന്ന ചടങ്ങാണ്. എൻഗേജ്മെൻറ്റിൽ മെയിനായിട്ട് ഇതാണ് ഉണ്ടാവുക. അതായത് അമ്മാവന്മാരാണ് കേട്ടോ ജാതകം കൈമാറുന്നത്. അമ്മാവന്മാരും കൂടെ കുറച്ച്, അതായത് അച്ഛനും പെണ്ണിൻ്റെ അച്ഛനും ചെക്കൻ്റെ അച്ഛനും അതുപോലെ കുറച്ച് കാരണവന്മാരൊക്കെ ഇരിക്കും. ജാതകം കൈമാറുന്നതാണ്. അപ്പോൾ അവർ തമ്മിൽ സംസാരിച്ച് ഉറപ്പുവരുത്തി ജാതകം കൈമാറുന്നതാണ് കേട്ടോ നമ്മുടെ എൻഗേജ്മെൻറ്റിൻ്റെ പ്രധാന ചടങ്ങെന്ന് പറയുന്നത്. അങ്ങനെ അവർ തമ്മിലുള്ള ആ ഒരു ചർച്ചകളും കാര്യങ്ങളൊക്കെ അവസാനിച്ചിട്ടുണ്ട്. ഇനി
പെണ്ണിനെ നമ്മൾ ഡ്രസ്സൊക്കെ മാറ്റി സ്റ്റേജിലേക്ക് കൊണ്ടുവരും. ചെക്കനതേ കട്ട വെയിറ്റിംഗ് ആണ് പെണ്ണിനെ കാണാനായിട്ട്. നമ്മളത് ഓൾറെഡി ഒരുക്കിയിട്ടുണ്ട്. നമ്മളിപ്പോൾ വരും കേട്ടോ. നമ്മൾ പെണ്ണിനെ ഒരുക്കിയിട്ടുണ്ട്. ഇനി നേരെ മോതിരം മാറൽ ചടങ്ങും നമ്മൾ ഗിഫ്റ്റ് എക്സ്ചേഞ്ച് ചടങ്ങും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഒരു എൻഗേജ്മെൻറ്റ് രീതി എന്ന് പറയുന്നത്. ഇനി ബാക്കി ഫങ്ഷൻസ് നിങ്ങൾക്ക് നേരിട്ട് കാണാം. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. എല്ലാവരും യാത്ര പറഞ്ഞ് ഇറങ്ങുകയാണ്. എല്ലാവരും അതേ വീട്ടിലേക്ക് തിരിച്ചു പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ നമ്മളിതേ പെണ്ണിൻ്റെ അടുത്ത് യാത്ര പറയണം, നമ്മൾ പോവാന്നുള്ളത്. നമ്മൾ പോകുന്നില്ല, ആക്ച്വലി ഇതിൽ ട്വിസ്റ്റ് ഉണ്ട്. നമ്മൾ പോകുന്നില്ല കേട്ടോ, നമ്മൾ പോകുന്നില്ല. അമ്മയും അച്ഛമ്മയും അതുപോലെ വീട്ടുകാരൊക്കെ വീട്ടിലേക്ക് തിരിച്ചു പോവാണ്. അതെ ആമയുണ്ടോ സ്റ്റേജിൽ, അവരുടെ കൂടെ മക്കളുടെ കൂടെ ഭയങ്കര ഡാൻസിലാണ്. ആമയ്ക്ക് പാട്ട് കേട്ടാൽ പിന്നെ നോൺ സ്റ്റോപ്പ് തുള്ളലാണ് കേട്ടോ. ബാക്കി കുട്ടികളും ഉണ്ട്, ഒരുപാട് കുഞ്ഞു മക്കളുണ്ട്, എല്ലാവരും അടിപൊളിയായിട്ട് തന്നെ ഡാൻസ് ചെയ്തു. ഇപ്പം ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻഗേജ്മെൻറ്റ് ഫോട്ടോഷൂട്ട് നമ്മൾ വേറൊരു സ്ഥലത്ത് വെച്ച് നടത്താമെന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ എങ്ങോട്ട് പോകാം എന്നുള്ള പ്ലാനിങ്ങിലാണ് കേട്ടോ. അപ്പോൾ അവസാനം നമ്മൾ തീരുമാനിച്ചു, പെണ്ണിനെയും കൊണ്ടാണ് നമ്മൾ ഇറങ്ങിയിട്ടുള്ളത്. അതെ നമ്മൾ കസിൻസ് എല്ലാവരും കൂടി പെണ്ണിനെയും കൊണ്ട് ഇറങ്ങിയിരിക്കുകയാണ്. നമ്മൾ ഒരു ചെറിയ ഫോട്ടോഷൂട്ടിന് വേണ്ടി പോവാണ് കേട്ടോ. അങ്ങനെ ഷൂട്ടിൻ്റെ സ്ഥലം ഞാൻ പറഞ്ഞുതരാം, ലൊക്കേഷൻ എവിടെയാണെന്ന് ആക്ച്വലി ഞാൻ മറന്നുപോയി. ഇത് പ്രശ്നം ഇവിടെ നോർമലി മാരേജിൻ്റെയും എൻഗേജ്മെൻറ്റിൻ്റെ ഒക്കെ ഫോട്ടോഷൂട്ടിനൊക്കെ വരുന്ന ഒരു പ്ലേസാണ് കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ പ്ലേസ് അറിയെങ്കിൽ ജസ്റ്റ് കമൻറ്റിൽ മെൻഷൻ ചെയ്യുക. അടിപൊളി ലൊക്കേഷനാണിത്. ആക്ച്വലി ഒരു വീടാണ് കേട്ടോ,
നമ്മൾ അവരെ പെർമിഷനൊക്കെ ചോദിച്ചിട്ടാണ് അകത്ത് കയറിയിട്ടുള്ളത്. ഇതൊരു വീടാണ്. ബട്ട് ഇതുപോലെ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ നല്ല അടിപൊളി അറ്റ്മോസ്ഫിയറും ആംബിയൻസും നല്ല അടിപൊളി സെറ്റിങ്സൊക്കെയാണ് ഇവിടെ ഉള്ളത്. നമ്മൾ ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ നല്ല അടിപൊളി ഡേ ആയിരുന്നു. എൻഗേജ്മെൻറ്റ് എന്തായാലും പൊളിച്ചടക്കി. ഇതാണ് കേട്ടോ നമ്മുടെ കോസ്റ്റ്യൂം. ഞങ്ങൾ തന്നെ ഡിസൈൻ ചെയ്ത കോസ്റ്റ്യൂമാണ്. ബ്ലാക്ക് ഡ്രസ്സ് ഇട്ടാൽ ബോറാവോ എന്ന് ഒരു പേടി ഉണ്ടായിരുന്നു. ബട്ട് എല്ലാവർക്കും ഇഷ്ടമായി. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻ്റ് ആയിട്ട് ഇടാം കേട്ടോ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.